ഈ കുഴഞ്ഞു വീഴുന്നവർ ചിലപ്പം കുനിഞ്ഞോ കമന്നോ ഒക്കെ ആയിരിക്കും വീഴുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ഫ്ലാറ്റായിട്ടൊരു പൊസിഷനിൽ കിടത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ചയിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കഴുത്തിനോ അല്ലെങ്കിൽ നട്ടെല്ലിനോ എന്തെങ്കിലും ഒടിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കിടത്തുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പൊസിഷൻ ചെയ്താൽ നല്ലതായിരിക്കും, അതായത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ. അപ്പം പിന്നെ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരാൾ കുഴഞ്ഞു വീഴുമ്പോഴത്തേന് ഓടിച്ചെന്ന് പിടിക്കുന്നത് അത്ര യുക്തിയല്ല. അതായത് ആ സാഹചര്യങ്ങൾ നോക്കുക. അവിടെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ അല്ലെങ്കിൽ വെള്ളത്തിൽ, അതായത് നിങ്ങൾക്ക് സേഫ് അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങളൊരിക്കലും CPR കൊടുക്കാനായിട്ട് ഇറങ്ങരുത്. നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. ആ സീൻ അല്ലെങ്കിൽ സെനാറിയോ ഓക്കെയാണ്, സേഫ്റ്റി ആണെന്ന് അറിഞ്ഞാൽ വിക്ടിമിനെ അല്ലെങ്കിൽ ഈ ആളെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിവർത്തിക്കെടുത്തുക. ഈ 2 കാര്യങ്ങൾ, റെസ്പോൺസ് ചെക്ക് ചെയ്യുക, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കുക, പൾസ് ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ചെക്ക് ചെയ്യുക, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. കംപ്രഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഈ ഹാർട്ടിൻ്റെ, അതായത് നമ്മുടെ നിപ്പിൾസിൻ്റെ നിപ്പിൾസ് 2 നിപ്പിൾസിനും കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് മിഡിലായിട്ട് നമ്മുടെ ഈ നെഞ്ച് അല്ലെങ്കിൽ ചെസ്റ്റ് ബോണിൻ്റെ ലോവർ പോർഷൻ, അതായത് ഒത്തിരി താഴെ പോയാൽ അത് വയറിലായി പോവും. അപ്പം അതായത് നിപ്പിളിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഡോമിനൻ്റ് കൈ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തുക. അതായത് നിന്നിരിക്കുന്ന ഹാർട്ടിനെ നമ്മൾ കംപ്രസ് ചെയ്ത് ഈ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, അതായത് ഒരു 5 to 6 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് വേണം നമ്മുടെ കൈ പോകാൻ. അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പം എപ്പോഴും ഉറപ്പ് വരുത്തുക നിങ്ങൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിലായിരിക്കണം. വ്യക്തിയുടെ സൈഡിൽ നിന്നുകൊണ്ട് വേണം അത് ചെയ്യാൻ. അതിനാണ് തറയിൽ കിടത്താൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഷോൾഡർ ഈ വ്യക്തിയുടെ മുകളിലേക്ക് സ്ട്രെയിറ്റായിട്ട്, ഹാൻഡ് സ്ട്രെയിറ്റായിട്ട്, എൽബോ സ്ട്രെയിറ്റായിട്ട്, അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ പ്രഷർ എഫക്റ്റീവായിട്ട് ചെല്ലുന്ന രീതിയിൽ വേണം ചെയ്യാൻ. നിങ്ങൾ ടയേർഡ് ആകുന്നിടം വരെ നിങ്ങൾക്ക് കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ നിങ്ങൾ 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് 30 60 മാക്സിമം ഒരാൾക്ക്, ഞങ്ങളൊക്കെ നഴ്സസ് ഹോസ്പിറ്റലിൽ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 120 ആണ് അങ്ങനെ കംപ്രഷൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് ആളുണ്ടെങ്കിൽ നിങ്ങളൊരു 30 കംപ്രഷൻ കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്കുക, നിങ്ങൾക്ക് ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഇൻ്റർചേഞ്ചിങ് അല്ലെങ്കിൽ 2 പേര് മാറുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ലാഗാകാൻ പാടില്ല, പെട്ടെന്ന് വേണം. അതായത് കംപ്രഷനിൽ തടസ്സങ്ങളൊന്നും വരില്ല. അപ്പം